Thank you. ബ്രെഡ് ഗുലാബ് ജാമുൻ തയ്യാറാക്കാനായിട്ട് ബ്രെഡിൻ്റെ സൈഡ് പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കവറിൽ 3 ബ്രെഡ് ഒഴികെ ബാക്കി മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് പോർഷൻസ് ഒന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് പാല്, പാടയോട് കൂടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, ഒരു കപ്പ് പഞ്ചസാര, കുറച്ച് കിസ്മിസ്. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയൊന്ന് പാവ് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഈ പഞ്ചസാരയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡ് എല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ച് ഈ ബൗളിലേക്ക് മാറ്റാം. ബ്രെഡ് മുഴുവനായിട്ടും പൊടിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഏലക്കാപ്പൊടി, അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ചേർക്കുമ്പോൾ മുഴുവനും ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഓരോ ബ്രെഡിനനുസരിച്ചൊക്കെ പാലിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് കുഴച്ച് നോക്കാം. കുഴച്ചിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ബാക്കി പാലൂടെ ചേർത്താൽ മതി. വളരെ കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് കുഴച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാല് ബാക്കിയാണ്. ഈ ഒരു പാല് മുഴുവനും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓരോ ബ്രെഡിനും അതുപോലെ ആ ബ്രെഡിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക, അധികമായി പോവാതെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇതിലേക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ഏത് മധുര പലഹാരമാണെങ്കിലും ഇത്തിരി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര പാവ് നോക്കാം. ഷുഗർ സിറപ്പ് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു കമ്പിപ്പാകം അത്രയൊന്നും ആവശ്യമില്ല, കമ്പിപ്പാകമൊന്നും വരേണ്ട കാര്യമില്ല. ഒരു സിറപ്പായിട്ട് നമുക്ക് കിട്ടിയാൽ മതി, ഒരു മീഡിയം ലെവലിൽ എടുത്താൽ മതി. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ബൗൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡ് നമുക്ക് കുറച്ചായിട്ട് എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് റൗണ്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 ആയാലും 2 ആയാലും ഒന്നും കുഴപ്പമില്ല. ഇതുപോലെ ചേർത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുക. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഗ്യാസ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കാരണം ബ്രെഡാണ്, എളുപ്പത്തിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസാണ്. പിന്നെ നമ്മളതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 സൈഡും ഒന്ന് ശരിക്കും വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് ബൗൾസും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചൂടോടുകൂടെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടാൻ വേണ്ടി പാടില്ല. ഒരു ഇളം ചൂടോടുകൂടെ വേണം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത്രയും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇളം ചൂടോടുകൂടെ നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു 5 മിനിറ്റ് നേരം നമുക്കിതുപോലെ ഈ ബ്രെഡ് ബോൾസൊക്കെ ഇതിൽ തന്നെ വയ്ക്കാം, ഈ സിറപ്പിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു മധുരമൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ബ്രെഡ് ബോൾസിൻ്റെ മേലൊന്ന് പിടിക്കട്ടെ. ഇതൊന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്, അതിൻ്റെ ലായനിയൊക്കെ ശരിക്ക് അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ദീപാവലി സ്പെഷ്യൽ ബ്രെഡ് ഗുലാബ് ജാമുൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസും അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞങ്ങളുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.